വളരെ പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വിടുതലുകൾ നമ്മുടെ മധ്യത്തിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 21, 22 വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. മതി. പ്രൈസ് ദി ലോർഡ്. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് ദൈവത്താൽ തുറക്കപ്പെട്ട ചില വസ്തുതകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവിടെ യേശു കർത്താവിൻ്റെ സ്നാനത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു എന്ത് ചെയ്തു? സ്നാനമേറ്റു. സ്തോത്രം. അവിടെ കൂടെ തീരുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്ത് ചെയ്തു? തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ സങ്കീർത്തനത്തിൽ കേട്ട് തുടങ്ങിയത് എന്താണ്? പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനത്തിനു വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രത്യാശയാൽ നിറയ്ക്കേണ്ടത് അടയ്ക്കപ്പെട്ട ഒരു സ്വർഗത്തിൻ്റെ കീഴിലല്ല നമ്മൾ ആയിരിക്കുന്നത്, മറിച്ച് തുറക്കപ്പെട്ട ഒരു സ്വർഗത്തിൻ്റെ കീഴിലാണ്. സ്തോത്രം. ഇത് വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയും? തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവ് മറ്റുള്ളവർ സ്നാനപ്പെട്ടപ്പോൾ ഒരു മാതൃക എന്നോളം എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. സ്തോത്രം. കർത്താവ് സ്നാനപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു മാതൃക കാണിച്ചു തരികയായിരുന്നു. സ്തോത്രം. അങ്ങനെ സ്നാനപ്പെട്ടപ്പോൾ അതിനുശേഷം കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗം തുറന്ന സമയത്ത് അവിടെ 2 കാര്യങ്ങൾ കൂടെ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്നതുപോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പിതാവിൻ്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭമായിട്ട് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയുടെ നടുവിൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആ സ്വർഗം തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? ഹല്ലേലൂയ. ഒന്ന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ സ്വർഗത്തിന്റെ കീഴിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കുന്നത് ഒരു വലിയ ഐഡന്റിറ്റിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ ഐഡന്റിറ്റി? ആമേൻ. യേശുവിനെ കുറിച്ച് പിതാവ് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയ പുത്രന്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആമേൻ, സ്വർഗത്തിന്റെ കീഴിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്താ ഐഡന്റിറ്റി? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത്, ആമേൻ, ഈ ലോകത്തിൽ പലരും പല സാക്ഷ്യങ്ങൾ നമ്മളെ കുറിച്ച് പറയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ സാക്ഷ്യങ്ങൾക്കല്ല പ്രാധാന്യത. ആമേൻ. അതിന് പ്രാധാന്യത ഇല്ലെന്നല്ല. നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തോടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനേക്കാൾ വലുതായിട്ടുള്ള ഏറ്റവും വലിയൊരു സാക്ഷ്യവും അംഗീകാരവും എന്താണെന്നറിയാമോ? സർവശക്തനായ ദൈവം ഉയരത്തിൽ നിന്ന് നമ്മളെ അംഗീകരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി? ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദൈവത്തിന്റെ മകനാ, മകളാ. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ആ ഒരു ഉറപ്പ്, അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അമ്മ പറയുവാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ
നമ്മളെക്കുറിച്ച് പല കാര്യങ്ങൾ സമൂഹം പറയും നമുക്ക് കേൾക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ശബ്ദ കോലാഹലം നിറഞ്ഞ ഒരു സമൂഹത്തിന്റെ നടുവിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. പലപ്പോഴും പലരുടെയും ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഹൃദയം കഠിന ഹൃദയമല്ല. എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് ചിലരുടെ ഹൃദയം വളരെ നിർമ്മലമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് കേട്ടാൽ പോലും മുറിപ്പെട്ട് പോകുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലരൊന്ന് മുഖം കറപ്പിച്ച് നോക്കിയാൽ നിരാശപ്പെട്ട് ചില ആഴ്ചകൾ പോലും നിരാശപ്പെട്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ ദൈവമക്കളെ? നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, നമ്മളെ നോക്കുന്ന നോട്ടങ്ങൾ, ഹല്ലേലൂയ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു, നിരാശപ്പെടുത്തുന്നു. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനല്ല, ഇതെൻ്റെ മകനാണ്, മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം നമ്മളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു സാക്ഷ്യം നമുക്ക് തരുമ്പോൾ ലോകത്തിന്റെ വാക്ക് കേട്ട് നിരാശപ്പെടുകയാണോ വേണ്ടത്? അതോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ ഉറപ്പിനകത്ത് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം സന്തോഷിക്കുകയാണോ വേണ്ടത്? അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഒരു ഐഡന്റിറ്റിയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഫേവർ അവിടെ വെളിപ്പെടുകയാ. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ മുമ്പിൽ തന്റെ പുത്രൻ എന്ത് ചെയ്യുകയാ? അവതരിപ്പിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തില് പ്രാവെന്ന പോലെ ഇറങ്ങി വരികയാ. ഒരു അഭിഷേകത്തെയാണ് അത് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വചനത്തിന് പറയുവാനുള്ളത്, തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. അത് ലോകം പറയുന്ന ഒരു വ്യക്തിത്വമല്ല, മറിച്ച് അത് ദൈവം തന്റെ പുത്രനിലൂടെ നമുക്ക് നൽകി തന്ന ആത്മീയ പദവി. പ്രൈസ് ദി ലോർഡ്. ആ പദവി അലങ്കരിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മുകളിൽ ഒരു മുദ്ര കുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മുദ്ര വെളിപ്പെടുത്തുന്നത് ഇവൻ എൻ്റെ മകനാ, ഇവൻ എനിക്ക് വേണ്ടി വേർപെട്ടവനാ. ഹല്ലേലൂയ. ഒരു ലോകത്തിനോ ഒരു ശത്രുവിനോ ഒരു പിശാചിനോ തൊടുവാൻ കഴിയാത്ത നിലകളിൽ എന്നെയും നിങ്ങളെയും മുദ്രയിട്ട് വേർതിരിച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിവ് പ്രാപിച്ച ആ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നോക്കുക, പിതാവാൻ ദൈവം പുത്രനെ കുറിച്ച് സാക്ഷ്യം പറയുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി അധിവസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളോട് ദൈവത്തിന്റെ വചനത്തിന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമുക്കൊരു ലേബൽ തരുവാൻ, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റസ് തരുവാൻ, നമുക്കൊരു ഐഡന്റിറ്റി തരുവാൻ സർവശക്തനായ ദൈവം ആ സ്വർഗത്തിന്റെ മഹിമയിൽ നിന്ന് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശില് തന്നെ യാഗമാക്കി തീർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തളങ്ങളിലേക്ക് പകർന്നു നൽകി ആ രക്ഷണ്യ പദ്ധതിയെ വിശ്വസിക്കുക. ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി തന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലിരിക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന്, നമ്മുടെ മേൽ ഒരു ആത്മാവിന്റെ മുദ്രയുണ്ടെന്ന്, നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണെന്ന്, ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മളെ കണ്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന്റെ ആലോചന ഹൃദ്യമായിട്ട് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഇനി കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിന്നിട്ട് കല്ലേറ് കൊള്ളുമ്പോൾ സ്തെഫാനോസിന് വേണ്ടി എന്ത് ചെയ്തു? സ്വർഗം തുറന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ സ്തെഫാനോസ് പ്രാർത്ഥിച്ചോ? പ്രൈസ് ദി ലോർഡ്. സ്വർഗം തുറക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. സ്വർഗം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല, അതിനുശേഷം പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്ത് പ്രാർത്ഥിക്കാതെ സ്വർഗം തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവനാമത്തിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരുവൻ കഷ്ടത സഹിക്കുമ്പോ, ഒരുവൻ വേദനയിലൂടെ കടന്നു വരുമ്പോ, ഒരുവൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ പ്രൈസ് ദി ലോർഡ് അവരുടെ മുകളിൽ സ്വർഗം തുറന്നിട്ട്
ഉയരത്തിൽ നിന്നൊരു ഇടപെടല് അവരുടെ ജീവിതത്തിനകത്ത് ദൈവം നൽകി കൊടുക്കുവാൻ ഇടവരുമെന്ന് തിരുവചനം ഇന്ന് പകൽക്കാലം നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. എത്ര പേരത് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. പല സാഹചര്യങ്ങളുടെ നടുവിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, പല സാഹചര്യങ്ങളുടെ നടുവിലും ലോകം നമ്മളെ കല്ലെറിയുവാൻ ശ്രമിക്കുമ്പോൾ, പല സാഹചര്യങ്ങളുടെ നടുവിലും നമ്മളെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുമ്പോൾ, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഒരു പക്ഷേ നെടുവീർപ്പ് പോലെയുള്ള പ്രാർത്ഥനകൾ, അതുപോലെ ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒക്കെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് ഒറ്റപ്പെടുമ്പോൾ സ്വർഗം തുറന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവത്തിന്റെ നീതി ദൈവം വെളിപ്പെടുത്തി എടുക്കുവാൻ ഇടവരുമെന്ന് തിരുവചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ആ സ്വർഗം തുറന്ന് ആമേൻ ആ ക്രിസ്തുവിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ആ ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. ആമേൻ. എന്താണോ പിതാവ് സംസാരിച്ചത് അതിനെ മുദ്ര വെച്ച് ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുകയാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം ആമേൻ സത്യത്തോടെ വെളിപ്പെടുമ്പോ ആ വചനത്തെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാ. ആ ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കള് ആമേൻ നമ്മളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ആമേൻ കാലഘട്ടത്തിൽ ശക്തിയോടെ നിലകൊള്ളുവാൻ ദൈവത്തിന്റെ വചനം ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തുറക്കപ്പെടുന്ന സ്വർഗം, പ്രൈസ് ദി ലോർഡ്, അത് പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ആ സ്വർഗം തുറക്കപ്പെടും. 4-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ. പ്രൈസ് ദി ലോർഡ്. 4:16. എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ എന്ത് ചെയ്തു? പുസ്തകം എന്ത് ചെയ്തു? വിടർത്തി. തുറക്കപ്പെട്ട ഒരു പുസ്തകം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാര് യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് തർക്കിച്ചും വാദിച്ചു കൊണ്ട് പോകുമ്പോൾ അവരുടെ കൂടെ നടന്ന കർത്താവ് ആമേൻ യേശു ആമേൻ മശിഹ ഇപ്രകാരം കഷ്ടത സഹിക്കണം എന്നുള്ള ആമേൻ മോശയിക പ്രവചന പുസ്തകവും അപ്പോൾ തന്നെ മറ്റു പ്രവചന പുസ്തകങ്ങളിലും ദൈവവചനങ്ങളിലും അവനെക്കുറിച്ച് എഴുതിയത് അറിയത്തക്ക നിലകളിൽ അവരുടെ മധ്യത്തിങ്കിൽ ആ വചനത്തെ എന്ത് ചെയ്തു? തുറന്നു കൊടുക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ആത്മീയ ഐഡന്റിറ്റി തന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തന്ന് ദൈവസന്നിധിയിൽ നമ്മളെ ആക്കി വെക്കുമ്പോൾ ആമേ സർവശക്തനായ ദൈവം അവിടം കൊണ്ട് നമ്മളെ കൈവിട്ട് കളയുകയല്ല. ഹല്ലേലൂയ. തൻ്റെ പുത്രനിലൂടെ ഹല്ലേലൂയ ആ വചനത്തെ എന്ത് ചെയ്യുക? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ പ്രകാശിപ്പിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണ് വചനത്തെ തുറക്കുന്നത്? എന്തിനാണ് ആ വചനത്തെ പ്രകാശിപ്പിക്കുന്നത്? ആ വചനം തുറന്നാൽ നമ്മൾ ആരെ കാണും? പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കാണേണ്ടതുപോലെ കാണുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് ആമേൻ വചനമാകുന്നവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നു. ആ വചനം നമുക്ക് പ്രകാശമായി തീർന്നു. ആ വചനം നമുക്ക് ജീവനായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ വചനം അറിവല്ല, ആ വചനം വെളിപ്പാട്. ഹല്ലേലൂയ. ആ വെളിപ്പാട് നമുക്ക് പ്രാപിക്കത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് വചനത്തെ പൊരുൾ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി തരുമ്പോ അവിടെ നമ്മൾ കാണുന്നത് കർത്താവിന്റെ സാന്നിധ്യമാണ്. അവിടെ നമ്മൾ കാണുന്നത് കർത്താവിനെ തന്നെയാണെന്ന് ദൈവത്തിന്റെ വചന ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആമേൻ. വചനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അവിടെ സംഭവിച്ച കാര്യം എന്താ? അവരതുവരെ കാണാത്ത കർത്താവിനെ എന്ത് ചെയ്യുന്നു? കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് കൂടെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ വചനത്തിന്റെ വെളിപ്പാട് അങ്ങോട്ട് വന്നപ്പോ അവരുടെ കണ്ണ് തുറന്നിട്ട് അവർ കർത്താവിനെ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം പല പ്രതിസന്ധികളിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ കാണുന്ന പ്രതിസന്ധികളെ മാത്രമാ. എന്നാൽ വചനം നമുക്ക്
നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്, വചനം നമുക്ക് വേണ്ടി പൊരുൾ തിരിച്ചു തരുന്നത് പ്രതിസന്ധിയെ കാണാനല്ല, ആ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവിനെ കാണാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നു? ഇന്നു പകൽക്കാലം നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ നമ്മുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് കാണുവാൻ കഴിയുന്നുവെങ്കിൽ ഏത് വിഷയങ്ങളുടെ നടുവിലോ നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഏത് വിഷയങ്ങളുടെ നടുവിലോ വിശ്വാസത്തോടെ അടുത്തു വരുക നമുക്ക് ഇടവരുമെന്ന് തിരുവചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം അതിരങ്ങൾ തുറന്ന് കരങ്ങൾ ഉയർത്തി ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം വെളിപ്പെടുമ്പോൾ ആ വചനത്തിലൂടെ വെളിപ്പെടേണ്ടത് ആരാ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ്. സ്തോത്രം. വചനം വെളിപ്പെടുമ്പോൾ വചനത്തിലൂടെ വെളിപ്പെടേണ്ടത് ആരാണ്? കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവവൈതൽ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവവൈതൽ. ഹല്ലേലൂയ. ആ കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്തെന്ന് കേൾക്കുവാൻ കഴിയുന്ന ഒരു ദൈവവൈതല് ആത്മീയ ജീവിതത്തിനകത്ത് ഒരിക്കൽ പോലും ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. ആരൊക്കെ കൈവിട്ട് കളഞ്ഞാലും കൈവിട്ട് കളയാത്ത ഹല്ലേലൂയ റീവാന ശബ്ദന രാജസ്യാദര എല്ലാവരും പ്രതികൂലമാകുമ്പോഴും നിന്നോട് ചേർന്ന് നടക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ സാന്നിധ്യമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുറക്കപ്പെട്ട സ്വർഗ്ഗം. പ്രൈസ് ദി ലോർഡ്. തുറക്കപ്പെട്ട വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. എൻ്റെ ജീവിതത്തിൽ ഏത് ചോദ്യത്തിന് ഉത്തരം തരുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഏതൊരു ഒറ്റപ്പെടലുകളുടെ നടുവിലും പ്രൈസ് ദി ലോർഡ് ആ സാന്നിധ്യം പകരുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രായാധിക്യത്തിലും എന്നെ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. കാരണം ആ വചനത്തിനകത്തൊരു ജീവനുണ്ട്. ആ വചനം മറ്റാരുമല്ല, നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വചനം തുറക്കാൻ വേണ്ടി ദൈവമക്കൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വചനം അറിവല്ല, വചനം വെളിപ്പാട്. സ്തോത്രം. വചനം അറിവല്ല, വചനം വെളിപ്പാട്. ഹല്ലേലൂയ. അറിവ് പഠിച്ച് നേടാം, വായിച്ച് നേടാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ട് നേടാം. എന്ന വെളിപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. വെളിപ്പാട് പരിശുദ്ധാത്മാവിൽ പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുക. ഏത് സാഹചര്യത്തിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ വചനമുണ്ട്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ചിലയിടത്ത് ആ ക്രിസ്തുവിനെ കാണുവാൻ കഴിയാതെ ആ കണ്ണുകളെ നിരോധിച്ചിരുന്നു. എന്നാൽ ആ വചനം കേട്ടപ്പോ, ആ വചനം വെളിപ്പെട്ടപ്പോ അവരുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവർ ക്രിസ്തുവിനെ കണ്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവവൈതലേ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വെളിപ്പെടുന്ന ഒരു വചനമുണ്ട്, വെളിപ്പെടുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ആ ഭാരത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നത്, വചനത്തിലൂടെ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നത്, വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ വചനം തുറക്കപ്പെടുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 11-ാമത്തെ അധ്യായം അതിന്റെ 9-10 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 9-10 വേദഭാഗം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് അവിടെ തുറക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. തുറക്കുന്ന വാതിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ ദൈവസന്നിധിയിൽ യാചിക്കുന്നവർക്ക് വേണ്ടി തുറക്കുന്നത് എന്താ? ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ എത്ര അധികമായിട്ട് ദൈവം നൽകിക്കൊടുക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനത് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ദൈവമക്കളെ, ആമേ ചോദിച്ചാൽ, ഹല്ലേലൂയ, അപേക്ഷിച്ചാൽ, മുട്ടിയാൽ, ഹല്ലേലൂയ, ആഗ്രഹത്തോടെ ഹല്ലേലൂയ അടുത്തു ചെന്നാൽ, ഇന്ന് പകൽക്കാലം ഏത് സാഹചര്യത്തിന് നടുവിലും ആ സാഹചര്യത്തെ മുഴുവനും പൊതിയത്തക്ക നിലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ദൈവം നമുക്ക് നൽകി തരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. എത്രയധികമായിട്ട് പരിശുദ്ധാത്മാവിനെ തരുമെന്ന് ചോദിച്ചാൽ, എത്ര എനിക്ക് പാനം ചെയ്യാമോ, എത്ര ഞാൻ ആഗ്രഹത്തോടെ അടുത്തു വരുന്നുവോ, അത്രമാത്രം എൻ്റെ ജീവിതത്തിനകത്ത് ആ പരിശുദ്ധാത്മാവിനെ നൽകി തരുക എൻ്റെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ആത്മീയ ഐഡന്റിറ്റി തന്നിട്ട് ദൈവസന്നിധിയിൽ എന്നെ ആക്കി വച്ചിരിക്കുകയാണ്. ആമേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മുമ്പിൽ ആ വചനത്തെ ദൈവം തുറന്നു തരികയാ, വചനത്തിന്റെ വെളിപ്പാടിനെ തുറന്നു തരികയാ. അതുമാത്രമല്ല, ഞാൻ യാചിക്കുമ്പോൾ എത്രയധികമായിട്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണ്ടി ദൈവം ആമേൻ നൽകി തരികയാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, വിളിക്കപ്പെട്ടവരാ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആമേൻ ഒരു ആത്മീയ ദൗത്യത്തോടുള്ള ബന്ധത്തിങ്കൽ കടന്നു വന്നിരിക്കുന്നവരാ. ഈ ദൗത്യം മുന്നോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്? ആമേൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം, ആത്മാവിന്റെ ശക്തി. ആമേൻ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടുക, ആത്മാവിൽ നിറയപ്പെടുക, ആത്മാവിൽ നയിക്കപ്പെടുക. ആര് ആമേൻ താല്പര്യത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ആര് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു, ആര് മുട്ടുവാൻ തയ്യാറാകുന്നു, അവർക്ക് മുമ്പിൽ അത് തുറന്നു കൊടുക്കുക. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു അറിവ് പ്രാപിക്കണമെന്നൊരു വ്യക്തി ആഗ്രഹിച്ചാൽ അറിവിനെ തേടി പോയാൽ അത് ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ ഒരു അനുഭവം ജീവിതത്തിനകത്ത് വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവത്തെ തേടി പോകണം. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തെ തേടി മറ്റൊരിടത്തേക്ക് പോകണ്ട, അനുഭവത്തെ തേടി കർത്താവിന്റെ അടുക്കിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന സാഹചര്യത്തിന് നടുവിൽ എൻ്റെ ബുദ്ധിയും ശക്തിയും കഴിവും എല്ലാം ഞാൻ പരിശോധിച്ച് നോക്കി, അവിടെയെല്ലാം ഞാൻ ഫെയിലിയറാ. എൻ്റെ ജീവിതത്തിനകത്ത് നീക്കേണ്ട ചില മേഖലകൾ നീക്കുവാൻ കഴിയാതെ അവിടെ ഞാൻ ഫെയിലിയറായി തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ബുദ്ധി വേണ്ട, ഇനി ശക്തി വേണ്ട, ഇനി കഴിവ് വേണ്ട, അറിവ് വേണ്ട. കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു എന്നിട്ട് പറയണം, കർത്താവേ, നിന്റെ ആത്മാവിനാ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ആ ബലഹീനതയെ ഒന്ന് മാറ്റുക, എൻ്റെ ബലഹീനതയെ ഒന്ന് നീക്കുക. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആർക്ക് കഴിയുന്ന അവരുടെ ജീവിതത്തെ നിറയ്ക്കുക. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? മുട്ടണം. പ്രൈസ്. മുട്ടിയാലേ തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. വെറുതെ വന്നിരുന്നാൽ ആമേൻ വെറുതെ വന്ന് പോകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആര് ആഗ്രഹത്തോടെ ഇരിക്കുന്നു, ആര് താല്പര്യത്തോടെ ചോദിക്കുന്നു, ദൈവമേ ഞാൻ വെറുതെ വന്നിട്ട് പോകാനല്ല, എൻ്റെ വിഷയം പരിഹരിക്കപ്പെടണം. സ്തോത്രം. എൻ്റെ വിഷയം പരിഹരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹൃദയത്തിൽ നിന്റെ സാന്നിധ്യം ഇറങ്ങണം. സ്തോത്രം. നിന്റെ ശബ്ദം കേൾക്കാതെ ഞാൻ പോകത്തില്ല. സ്തോത്രം. ആമേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ സാന്നിധ്യം പകരാതെ, അത് കാണാതെ, ഹല്ലേലൂയ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ തുറന്നു പറയാതെ ആമേ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആഗ്രഹങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ മേഖലകളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവ തുറക്കപ്പെടുന്ന ഒരു വാതിൽ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വേദഭാഗം വായിക്കാം. പ്രൈസ്. ലൂക്കോസ് 24:31. സ്തോത്രം. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ആമേൻ. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. അവർ അവനെ എന്ത് ചെയ്തു? അറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി വീണ്ടും കാണുവാൻ കഴിയുന്നത്
കണ്ണിനെ തുറന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുവരെ അവർക്ക് കാഴ്ചയില്ലായിരുന്നു ദൈവമക്കളെ, അവർക്ക് കാഴ്ചയുണ്ടായിരുന്നു. യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് അവർ യാത്ര ചെയ്യുക, തപ്പിത്തടഞ്ഞാണ് പോയത്? അല്ല, പ്രൈസ്. അവർക്കറിയാം വഴി ഏതാ, അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഏതാന്ന് അവർക്കറിയാം, പ്രൈസലോ. എന്നാൽ അവിടെ വീണ്ടും എഴുതിയിരിക്കുന്നു, അവരുടെ കണ്ണ് തുറന്നു. പ്രൈസലോ, ആമേ, പ്രൈസലോ. അവരുടെ കണ്ണ് തുറന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? അവർ യേശുവിനെ അറിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അവിടം കൊണ്ട് തീരുന്നില്ല. യേശുവിനെ അറിയുക മാത്രമല്ല, കണ്ണ് തുറന്നപ്പോൾ സംഭവിച്ചത്, അതുവരെ അവർ യാത്ര ചെയ്തത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഹല്ലേലൂയ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ സേഫ് ചെയ്യാൻ വേണ്ടി അവർ യാത്ര ചെയ്തത്, പ്രൈസലോ. എന്നാൽ കണ്ണ് തുറന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? ഹല്ലേലൂയ. യെരൂശലേമിലെ സാഹചര്യം മാറിയോ? ഇല്ല. ആമേ, സാഹചര്യം കഠിനപ്പെട്ട് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രൈസലോ. അതേ സാഹചര്യത്തിലേക്ക് തിരിച്ചു നടക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ കണ്ണ് തുറന്നത് കൊണ്ടാണ്, പ്രൈസലോ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ വചനത്തിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ആമേ, കണ്ണ് തുറന്നാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? കണ്ണ് തുറക്കുമ്പോൾ ദൈവഹിതത്തിലേക്ക് നമ്മൾ നടക്കും, പ്രൈസലോ. കണ്ണ് തുറക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നടക്കും, പ്രൈസലോ. കണ്ണ് തുറക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ പോകും, പ്രൈസലോ. ആമേ, കണ്ണ് തുറക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമാണെന്ന് തോന്നും. എന്നാൽ കണ്ണ് തുറന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം, ആമേ, പ്രശ്ന സങ്കീർണമാ, പ്രതികൂലം നിറഞ്ഞതാ. എന്നാൽ ആ യെരൂശലേമിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ആ ജനം എന്ത് ചെയ്യുക? മടങ്ങി യെരൂശലേമിലേക്ക് കടന്നു പോകുകയാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവഹിതത്തിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരുക. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണം, ഹല്ലേലൂയ. എൻ്റെ വിശ്വാസത്തിന്റെ കണ്ണിനെ ഒന്ന് തുറക്കണം, ഹല്ലേലൂയ. എന്നിലൊരു രൂപാന്തരം വരണം, പ്രൈസലോ. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ കാണാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ട് കാര്യമില്ല. ആമേൻ. ഇവിടെ അനേക ആളുകൾ വന്നിട്ടുണ്ട്. ആമേൻ. ഇവിടെ പാസ്റ്ററുണ്ട്. പാസ്റ്ററെ കണ്ടതുകൊണ്ട് കാര്യമില്ല. ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ മധ്യത്തിങ്കൽ ജീവിക്കുന്ന ആ കർത്താവിനെ ആര് കാണുന്നുവോ, പ്രൈസലോ, ഹല്ലേലൂയ, അവർക്ക് ദൈവിക ദർശനമുണ്ടാകും. അവർക്ക് ദൈവിക വഴികളെ കുറിച്ച് മനസ്സിലാകും. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാ, പ്രൈസലോ. അവരുടെ കണ്ണിനെ എന്ത് ചെയ്തു? തുറന്നു. സ്തോത്രം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവര് കർത്താവിന്റെ കൂടെ നടന്നവരല്ലേ? കർത്താവിൽ വിശ്വസിച്ചവരല്ലേ? സ്തോത്രം. ആമേൻ. ഇവരുടെ കണ്ണിനെ, ആമേൻ, എന്തിനാ തുറക്കുന്നത്? അപ്പൊ കണ്ണ് കുരുട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഉണ്ടാകും, പ്രൈസലോ. ആ കണ്ണിനെ എന്ത് ചെയ്യണം? തുറക്കണം, പ്രൈസലോ. ആ കണ്ണിനെ തുറക്കാൻ ആർക്കാ കഴിയുന്നറിയാമോ? വചനത്തിനാ. സ്തോത്രം. ആ കണ്ണിനെ തുറക്കാൻ ആർക്കാ കഴിയുന്നത്? കർത്താവിനാ. സ്തോത്രം. കർത്താവിന് മാത്രമേ നമ്മുടെ കണ്ണിനെ തുറക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിന് മാത്രമേ ആമേ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയത്തുള്ളൂ. ഇന്നു പകൽക്കാല കണ്ണ് തുറക്കപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ചില വഴികളിൽ നിന്ന് തിരിഞ്ഞു നടക്കുവാൻ ഇടവരും. പ്രൈസലോ. കണ്ണ് തുറക്കപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചന വ്യക്തമായി വിളിച്ചു പറയുന്നു, ചില തീരുമാനങ്ങളിൽ നിന്ന് മടങ്ങി യാത്ര ചെയ്യും. പ്രൈസലോ. കണ്ണ് തുറക്കപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നു, ചില ബന്ധങ്ങളിൽ നിന്ന് പുറകോട്ട് യാത്ര ചെയ്യുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ പറഞ്ഞതിന്റെ ആശയങ്ങൾ? നമ്മുടെ കണ്ണ് തുറക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനം അറിവല്ല, വചനം വെളിപ്പാടാണ്. വചനം ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. വചനം പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ട് കിട്ടേണ്ടതാ. അതിനുവേണ്ടി ആര് കാത്തിരിക്കുന്നു? ആര് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു? അവിടെ മുമ്പിൽ അത് തുറന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഒരു വാക്യോടെ വായിച്ചു നിർത്താം. 45-ാമത്തെ വാക്യം, 24-45. സ്തോത്രം. അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവചനങ്ങളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രൈസലോ. അവർ കർത്താവിനെ കണ്ടു, സന്തോഷിച്ചു, ഒക്കെ ശരിയാ, പ്രൈസലോ. പക്ഷേ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന്, കർത്താവ് അനുഭവിക്കേണ്ട ദൈവഹിതം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. സ്തോത്രം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ആ തിരുവെഴുത്തുകളെ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രൈസലോ. അവരുടെ ബുദ്ധിയെ തുറന്നു കഴിഞ്ഞപ്പോ അവര് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്? എന്തിനു വേണ്ടിയാണ് അടക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത്? എന്തിനു വേണ്ടിയാണ് അടക്കപ്പെട്ട മുറിയിൽ അവർക്ക് വേണ്ടി പ്രത്യക്ഷനായത്? അവരെ കുറിച്ചുള്ള
ദൈവത്തിന്റെ പരമോന്നതമായ ഹിതം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവരുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്തു? തുറക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയം തുറന്നാൽ ദൈവിക ജ്ഞാനം നമ്മുടെ ഹൃദയത്തിനകത്ത് നിറയും. നമ്മുടെ ഹൃദയം തുറന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ഹൃദയം തുറന്നാൽ ആമേൻ, യെരൂശലേമിൽ നിന്ന് യഹൂദയിലേക്ക്, ശമരിയയിലേക്ക്, ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുക, എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക ഇന്ന് പകൽക്കാലം കഴിയുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ തുറക്കുന്ന ഒരു സ്വർഗ ആമേൻ വ്യക്തിത്വം, ഹല്ലേലൂയ, ആത്മീയ വ്യക്തിത്വം നമുക്ക് നൽകി തന്ന്, ആത്മാവിന്റെ സഹായം നമുക്ക് നൽകി തന്ന്, വചനത്തിന്റെ വെളിപ്പാടുകൾ നൽകി തന്ന്, പരിശുദ്ധാത്മാവിനെ നൽകി തന്ന്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ തുറന്ന് കർത്താവിനെ കാണിച്ചിട്ട്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തെ തുറന്ന് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ പുറപ്പെടുവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ദൈവമക്കളെ വചനം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മീയ ശക്തി, ഹല്ലേലൂയ, എൻ്റെ ദൈവം ആമേൻ ഒരു വഴി തുറന്നാൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവ ഹൃദയങ്ങളെ തുറന്നാൽ, എൻ്റെ ദൈവ കണ്ണുകളെ തുറന്നാൽ, ഹല്ലേലൂയ, അതൊരു വലിയ വിടുതലിന് ആമേൻ കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ വചന ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എലിസബത്ത് സെക്കരിയ, ഹല്ലേലൂയ, ആമേൻ, എലിസബത്തിന്റെ ഗർഭം അടഞ്ഞിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം ആ ഗർഭത്തെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. അത് തുറന്നപ്പോൾ സംഭവിച്ചത് ഒരു യോഹന്നാൻ സ്നാപകൻ കാലഘട്ടത്തിന്റെ ഇരുളിന്റെ ആമേൻ കാലഘട്ടത്തിൽ ആ ഇരുളിനെ നടുവിൽ ഒരു വെളിച്ചം വെളിപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമി വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇന്ന് പകൽക്കാലം ആമേൻ ഗർഭത്തെ തുറന്ന ദൈവം ആമേൻ ഒരു പുതിയ ആരംഭത്തെ തുറക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ ചരിത്രത്തെ തുറക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ തലമുറകളിൽ വെളിപ്പെടേണ്ട ആമേൻ ദൈവിക വാഗ്ദത്തങ്ങളെ തുറക്കുകയാ. ദൈവിക ആലോചനകള്, ദൈവിക പ്രവചനങ്ങള്, അതിന്റെ നിവർത്തീകരണത്തെ തുറക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി? ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മറിയയുടെ ഗർഭത്തെ തുറന്നു, എലിസബത്തിന്റെ ഗർഭത്തെ തുറന്നു. ഹല്ലേലൂയ. എലിസബത്തിന്റെ ഗർഭത്തെ തുറന്നിട്ട് ഒരു മകൻ ജനിക്കുമ്പോ അവൻ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനായി തീർന്നുവെങ്കിൽ മറിയയുടെ ഗർഭത്തിൽ നിന്ന് ഒരുവൻ പുറത്തു വന്നു. അവൻ മാനവജാതിയുടെ രക്ഷകനായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, മഹത്വം കരേറ്റുവാൻ കഴിയുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുക, ചില പുതിയ ആരംഭങ്ങൾ തരുവാൻ, ഹല്ലേലൂയ, ചില പുതിയ തുടക്കങ്ങൾ തരുവാൻ, ആമേൻ, തലമുറകളിലുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ സേവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എല്ലാം തകർന്നു, എല്ലാം പരാജയപ്പെട്ടു, ആമേൻ, ഇനി ഒരു ആരംഭം ഇല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ചില പുതിയ തുടക്കങ്ങള്, ചില പുതിയ ചരിത്രത്തിന്റെ താളുകള് ആമേൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നു തരുവാൻ കഴിയുന്ന നല്ലവനായ ഒരു ദൈവത്തെ, നല്ലവനായ ഒരു കർത്താവിനെ നാം ഓരോരുത്തരും ഇന്ന് പകൽക്കാലം സേവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചന വിശ്വാസത്തോടെ വിളിച്ചു പറയുകയും അത് വിശ്വസിക്കുന്നത് മാത്രം ആദരങ്ങൾ തുറന്ന് അല്പസമയം ആ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ, ആ കർത്താവിന് ഒരു ആരാധന അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. റീബാന ശംദന രാജസിയാദന ഔഡവനഗദനഗ ജീവകാരം ഭാരവ ശംദന രാജസിയാദന. പഴയ നിയമ ചരിത്ര താളുകളിൽ പ്രൈസ് ദി ലോർഡ് എൻ്റെ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ നിവർത്തീകരണം ആമേ പ്രൈസ് ദി ലോർഡ് ആമേ മറിയയിലൂടെ ദൈവം പുറത്തു കൊണ്ടുവരികയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും കുറിച്ച്, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ദൈവത്തിന് ചില ചിന്തകളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. ആമേൻ, അതിനെ നിവർത്തിച്ചു തരുക ഇന്ന് പകൽക്കാലം, അതിനെ തുറന്നു തരുവാൻ ഇന്ന് പകൽക്കാലം കഴിയുന്ന ഒരുവനെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. എല്ലാ
കണ്ണുകളും അടയട്ടെ. കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ഇന്നും കണ്ണു തുറന്ന് കാണുന്നത് ഈ ലോകത്തെ മാത്രമാണെങ്കിൽ, നമ്മൾ ഇന്നും കണ്ണു തുറന്ന് കാണുന്നത് ലോകത്തിന്റെ അനുഗ്രഹങ്ങളെ മാത്രമാണെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഇതിനപ്പുറത്തൊരു കാഴ്ചയുണ്ടല്ലോ. ഹല്ലേലൂയ. ഇതിനപ്പുറത്ത് ശ്രേഷ്ഠകരമായൊരു കാഴ്ചയുണ്ടല്ലോ, അത് കാണുവാൻ എൻ്റെ കണ്ണിനെ ഒന്ന് തുറക്കണം. ഹല്ലേലൂയ. അത് തുറക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലേക്ക് കണ്ണുയർത്തി നോക്കുമോ? ഹല്ലേലൂയ. വേണ്ട. ആമേൻ. നമ്മുടെ കുടുംബത്തിനകത്തൊന്ന് കണ്ണുയർത്തി നോക്കുമ്പോൾ, നമ്മുടെ ചർച്ചക്കാരുടെ നടുവിൽ ഒന്ന് കണ്ണുയർത്തി നോക്കുമ്പോൾ, ദൈവസ്നേഹത്തെ അറിയാതെ എത്രയോ പേര് പാപത്തിന്റെ വഴികളിലേക്ക് ആമേൻ വഴുതി പോകുമ്പോൾ, ഹല്ലേലൂയ, ആ കണ്ണ് തുറക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല് ആമേൻ ദൗത്യമുള്ളവനായി, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവ് ചേർന്ന് നടന്നപ്പോ, അവരോട് വചനം സംസാരിച്ചപ്പോ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു കത്തലുമായിട്ട് ഇവിടുന്ന് കടന്നു പോകും. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത വചനം ഒന്ന് കത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വചനം കത്തിക്കഴിഞ്ഞ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മടങ്ങി യെരൂശലേമിൽ വന്നേ മതിയാകത്തുള്ളൂ. യെരൂശലേമിലാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആരംഭം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവഹിതത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. നമ്മെ ശക്തീകരിക്കുക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്.